ഹൈവേലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മിക്സ്ഡ് ഇമോഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വ്ളോഗ് തുടങ്ങുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു വാർത്ത. വേറൊന്നുമല്ല, നമ്മുടെ അർജുൻ ഭായി ലോങ് ഹോൾ ട്രക്കിങ്ങിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് നമ്മുടെ ഒൻറ്റാറിയോ എന്ന പ്രൊവിൻസിൽ നിന്ന് തന്നെ മാറി പുതിയൊരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ആൽബർട്ട എന്ന് പറയുന്ന പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയോളമായി. അപ്പം അർജുൻ ഭായ് എന്തായാലും ഇനി ലോങ് ഹോൾ ട്രക്കിങ് നിർത്തി എന്നാണ് പറയുന്നത്. കാരണം മറ്റ് പല പ്രയോറിറ്റീസ് ആണല്ലോ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയൊരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ പുതിയതായിട്ട് ജോയിൻ ചെയ്തേക്കുന്ന ആൾ പുള്ളിയും കോഴിക്കോടുകാരൻ തന്നെയാണ്. അർജുൻ ഭായ് കോഴിക്കോടുകാരനായിരുന്നല്ലോ. അപ്പം പുള്ളിയുടെ പേര് ജോമറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ വേറൊന്നുമല്ല, ഈ ഒരു വിശേഷം നിങ്ങളുമായിട്ട്, നമ്മുടെ അർജുൻ ഭായ് പോയ ആ ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നമ്മുടെ ഇവിടെ പുതിയതായിട്ട് ഓടിക്കുന്ന ഒരാളെ പരിചയപ്പെടുക എന്നുള്ളതും കൂടെയാണ് ഈ ഒരു വ്ളോഗിൻ്റെ ലക്ഷ്യം. നമുക്കെന്തായാലും വലിയ താമസമില്ലാതെ പോയി പരിചയപ്പെടാം. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മളുള്ളത് കാലിഫോർണിയയിലാണ് കേട്ടോ. കാലിഫോർണിയയിലെ കാഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അറിയാമല്ലോ, നമ്മളെ ജാപ്പനീസ് ഓട്ടോമോട്ടീവ് വയറിംഗ് ഹാർനസ് ബുക്ക് ചെയ്യാൻ വന്നേക്കുക. അപ്പം പുള്ളി ട്രക്കിലുണ്ട്. നമുക്ക് പുള്ളിയുടെ കുറച്ച് ട്രക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ച് പുള്ളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കാരണം നമ്മുടെ ഫാമിലിയിലെ ഇനി മുതൽ കാണേണ്ട ഒരാളല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ജോമറ്റ് ബ്രോ. ഹലോ ജോമറ്റ് ഭായി, എന്തുണ്ട്? നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് റെഡിയാണോ? തീർച്ചയായിട്ടും ഞാനൊരു പ്രേക്ഷകനാണ്. ജോമറ്റ് ഭായി, അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാൽ തുടങ്ങിയാലോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം. കാരണം എന്തായാലും അർജുൻ ഭായി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പുള്ളി ഇനിയിപ്പോൾ ലോങ് ഹോളിലേക്ക് തിരിച്ചു വരുന്ന കാര്യം ഒരു എന്തായാലും 90% ഇല്ല. അപ്പോൾ എന്തായാലും ജോമറ്റ് ഭായി ആയിരിക്കും നമ്മുടെ കൂടെ ഇനി മുതൽ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ജോമറ്റ് ഭായിയുടെ വിശേഷങ്ങൾ, എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് ട്രക്കിങ്ങിലേക്ക് ഇപ്പോൾ തിരിഞ്ഞത്, ഇത് തന്നെയാണോ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്, എത്ര നാൾ നമ്മളോട് കാണും, അങ്ങനെയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. അപ്പം ജോമറ്റ് ഭായി ഒഫീഷ്യലി നമ്മുടെ ഹൈവേലോക്സ് ടീമിലേക്ക് സ്വാഗതം. നിങ്ങൾ ഹൈവേലോക്സ് ടീമിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ജോമറ്റ് ഭായി ശരിക്കും നാട്ടിൽ നിന്ന്? ഞാൻ നാട്ടിലെ കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് കോടഞ്ചേരി എന്ന് പറയും. പ്രോപ്പർ നമ്മുടെ താമരശ്ശേരി ചുരം അതിന്റെ അടുത്തായിട്ട് വരും. നമ്മുടെ അർജുൻ ഭായും കോഴിക്കോടാണല്ലോ. കക്കോടി. അത് വേറൊരു സൈഡാണ്. നമുക്ക് അറിയാവുന്ന സൈഡ് തന്നെ സ്ഥലമാണ്. നോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഭായിക്ക് കോഴിക്കോടൻ സ്ലാങ് ഭയങ്കരമായിട്ട് എനിക്കതില്ല. ഇല്ല. ഞങ്ങളൊരു ഇച്ചിരി മലയോര മേഖല, റൂറൽ മലയോര മേഖലയാണ്. അവിടെ കൂടുതലും നമ്മൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്കൊരു കോട്ടയം ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. കുടിയേറ്റ അതെ ഭാഗം കൂടുതലും ആ ഒരു ഏരിയ തന്നെ നല്ലൊരു ഏരിയ ഉണ്ട്. തിരുവാമ്പാടി, കോടഞ്ചേരി, കൂടരഞ്ഞി ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ. ശരിക്കും ജോമറ്റ് നമുക്ക് കാനഡ വന്ന ഒരു കഥകൾ പറഞ്ഞു തുടങ്ങിയാലോ? ശരിക്കും ഇത് തന്നെയായിരുന്നോ ജോമറ്റ് ഭായിയുടെ ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ബാക്ക് ഹോം നേഴ്സാണ്. ഞാൻ ഡൽഹിയിലായിരുന്നു. ഒരു 10-12 വർഷക്കാലം ഞാൻ ഡൽഹി വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഡൽഹിയിൽ ഏത് ഹോസ്പിറ്റലിൽ? ഡൽഹിയില് മെദാന്ത മെഡിസിറ്റി. അപ്പം ഭായിയുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലാണല്ലോ എന്നുള്ള ഒരു സ്പൈനൽ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റല്. അവിടേക്കായിരുന്നു മാക്സ്. കുറച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത്. പഠിച്ചു ബാംഗ്ലൂർ ആയിരുന്നു. മഗടി റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിച്ചായിരുന്നു. അത് 2003 മുതൽ 6 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് നേരെ ഡൽഹിക്ക് തന്നെ പോരുമായിരുന്നു. നമ്മൾ കൂടുതലും അവിടെ തന്നെ ആയിരുന്നു, ഡൽഹി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്താണ് മൈഗ്രേഷൻ കൊടുക്കുന്നത്, ഇങ്ങോട്ടുള്ള കാനഡ മൈഗ്രേഷൻ കൊടുക്കുന്നത്. അതൊരു ഒത്തിരി ഡിലേഡ് ആയിരുന്നു അത്. അപ്പം അതൊരു വന്നു കഴിഞ്ഞ് ലാസ്റ്റ് 2017 ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ക്യൂബക്കിലായിരുന്നു ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോയായിരുന്നു കല്യാണവും കാര്യങ്ങളും. ഞാൻ ചോദിക്കട്ടെ, അപ്പം കാനഡയ്ക്ക് വരാൻ വേണ്ടിട്ട് എന്തായാലും ഇമിഗ്രേറ്റ് ചെയ്യണമെന്നൊരു കാനഡ അത് ശരിക്കും പറയുകയാണ്, എനിക്ക് കാനഡ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. അതെ. ഈ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡന്റ് ആയിട്ടാണേലും ഞാൻ എത്തിപ്പെടാൻ നോക്കുമായിരുന്നു. ഇവിടെ എത്തിപ്പെടുമെന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, പിന്നെ GCC ഒന്നും എനിക്കതൊന്നും ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് അങ്ങനെ പോകരുതെന്നില്ല. എന്റെ ആഗ്രഹം കാനഡയായിരുന്നു. അതെ.
അപ്പോൾ അങ്ങനെ നമ്മളാ എന്താ പറയുക നമ്മുടെ ഇഷ്ടമുള്ള ആ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തി, ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തി. പിന്നെ ഇവിടെ വന്ന് ട്രെക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയായിരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, ശരിക്കും നിങ്ങളപ്പം നേഴ്സിംഗിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ എന്തുകൊണ്ടാണ് ട്രക്കിങ്ങിലേക്ക് തിരിഞ്ഞേക്കാന്ന്? നമുക്കത് പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് ട്രക്കിങ്. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് ആദ്യമുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ട്രക്ക് നമ്മുടെ നാട്ടിലൊരു ഇന്നോവയെ കൂടുതലുള്ള വണ്ടി ഓടിച്ചിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ആസ് യൂഷ്വൽ എല്ലാവരും തന്നെ അങ്ങനെ തന്നെയായിരിക്കും നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒത്തിരി മലയാളീസിൻ്റെ അതുണ്ട്, അവർക്ക് അസോസിയേഷൻ ഉണ്ട്. അപ്പം നമുക്ക് തന്നെ തോന്നി അത് നല്ലൊരു കാര്യമാണല്ലോ, നല്ല ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നല്ല കാര്യമാണ്. പിന്നെ സർവൈവ് ചെയ്യാൻ പിന്നെ സർവൈവ് ചെയ്തപ്പോൾ നമുക്ക് തോന്നി ഇത് എന്തുകൊണ്ട് നമുക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൂടാന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഇതിൽ വന്നത്. ജോമറ്റോയ് ജസ്റ്റ് ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ല, ജോമറ്റോയ് സ്വന്തമായ ഒരു ട്രക്ക് ഉണ്ടായിരുന്ന ഒരു ഓണർ ഓപ്പറേറ്ററും കൂടെ ആയിരുന്നു നമ്മുടെ സിദ്ധിൽ വരുന്നതിന് മുമ്പ്. മലയാളി കമ്പനികളിൽ തന്നെയായിരുന്നു വണ്ടി എടുത്ത് മലയാളി കമ്പനി. അതെ അതെ അതെ. ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്തത് ഒരു 80% മലയാളി കമ്പനി തന്നെയായിരുന്നു. ഏതൊക്കെ? അത് ആൽപൈൻ ELS രണ്ടും മലയാളി ട്രക്ക് ഇട്ടിരുന്നത്. ഞാൻ ആൽപൈനിലായിരുന്നു ട്രക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ചാണ് സോളോ പോവാം എന്ന് വിചാരിച്ചു. പിന്നെ അതൊരു വൈറ്റ്സിന്റെ കമ്പനി ആയിരുന്നു, ഹാമിൽട്ടൺ ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത്. അവിടെ കുറച്ച് നാൾ പോയി. അപ്പോൾ പിന്നെ വൈഫിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത് വന്ന് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 3 മാസം അവധി. വൈഫിന്റെ കാര്യം പറഞ്ഞില്ല. വൈഫിന്റെ പേര് ലിൻഡ എന്നാണ്. അവള് കോട്ടയം കറുകച്ചാല്. അതെ അതെ. രണ്ടുപേരുണ്ട്, ഐവാച്ചനും സെറാഫിനും. ഒരാൾക്ക് ഇപ്പൊ 2-2.5 മാസമേ ഉള്ളൂ. ഐവാച്ചിന് ഇപ്പൊ 2.5 വയസ്സാകുന്നു. സന്തോഷമായിട്ടിരിക്കും. ലിൻഡാമയും ബാക്ക് ഹോം നേഴ്സ് ആണ്. രണ്ട് ആറന്മാരാണ് ഫാമിലിയിലേക്ക് ആവാൻ പോകുന്നത്. ഭാവിയിലേക്കേ ഉള്ളൂ. ആവുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു ബ്രേക്ക് ആണ് ട്രക്കിംഗ് ഉപയോഗിക്കുന്നത് അല്ല എന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ട്രക്കിംഗ് ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പം കാരണം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് ഇതുവരെ പോയില്ല. ഇപ്പം പല ഫ്രണ്ട്സും റൂട്ട് മാറി നഴ്സിംഗിലേക്ക് തന്നെ വരുന്നുണ്ട്. ഞാൻ ഇതുവരെ അതിന്റെ ഒരു തുടങ്ങിയിട്ടില്ല. അപ്പൊ നഴ്സിംഗ് താല്പര്യമുള്ള കാര്യം തന്നെയാണ്, കുറച്ചും കൂടെ ആണ്. അപ്പം തീർച്ചയായിട്ടും സന്തോഷം. ബ്രോ ഇപ്പം എത്ര കൊല്ലത്തോളം? 5 കൊല്ലത്തോളമായി. ഞാൻ 18-ലാണ്, 2018. നമ്മൾ ഒരേ വർഷം. അപ്പൊ അന്ന് മുതൽ നമ്മള് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മറ്റേ ഗ്യാസ് ടൈമിലൊക്കെ ഉള്ളു, അല്ലാതെ നമ്മളൊരു ഗ്യാപ്പ് അതിനടുത്ത് ഇട്ടിട്ടില്ല. ആദ്യം കയറി JB റാൻഡ് എന്ന് പറഞ്ഞ് Highway 50-ലുള്ള ഒരു കമ്പനിയായിരുന്നു. നമ്മുടെ ഈ ബോൾട്ടനൊക്കെ അടുത്തുള്ള ഒരു കമ്പനിയായിരുന്നു. അപ്പൊ അവിടെ ഒരു 3 months ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് US വിസ എല്ലാം കിട്ടി, US പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എന്റെ കൂടെ പഠിച്ചു ഒരുത്തന്നെ ഇങ്ങനെ ELS ഇങ്ങനെ. അപ്പൊ നമുക്ക് നോക്കാം മലയാളി കമ്പനി, കുറച്ചും കൂടെ നമുക്ക് തന്നെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ ആ കമ്പനി വരുന്നത്. തീർച്ചയായിട്ടും കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കമ്പനിയായിരുന്നു. സാലറി ബേസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഓണേഴ്സ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ELS ഞങ്ങൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ELS കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പം അവിടെ ഞാൻ ഒരു ഓണർ ഓപ്പറേറ്റർ വണ്ടി ഓടിക്കുക, 2 ഓണർ ഓപ്പറേറ്റർ വണ്ടി ഓടിക്കുക. മലയാളികളായിരുന്നു, റോഷൻ ചേട്ടനും ജോസ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് വേറൊരു ബേബി ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ കൂട്ടത്തിൽ അവർ പുതിയൊരു കമ്പനി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ആൽപൈൻ. അപ്പൊ ഞങ്ങള് തീർച്ചയായിട്ടും അവരുടെ കൂട്ടത്തിൽ തന്നെ ആൽപൈനിലേക്ക് വന്നു. ആൽപൈൻ വന്നപ്പോൾ അവർ 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നു. ആൽപൈൻ കമ്പനിക്കാർ. അതെ തന്നു. അപ്പം തീർച്ചയായിട്ടും അവര് നമ്മള് ധൈര്യം തന്നെ നമുക്കൊരു പെട്ടെന്നൊരു വണ്ടി എടുക്കാൻ നമുക്കൊരു ഇതില്ല. അവര് നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് ട്രിപ്പിന്റെ കാര്യത്തിലൊന്നും ആ പറഞ്ഞ ഡീലിൽ ആ ഒരു 3 വർഷം 4 വർഷം വണ്ടിയുള്ള സമയം മുഴുവൻ അവരങ്ങനെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പോന്നു. അപ്പൊ നമുക്ക് ധൈര്യമായി. അങ്ങനെ ഞാനും ഫ്രണ്ട്സും വണ്ടികളൊക്കെ എടുത്തു. വണ്ടിയെടുത്ത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു അറിയാലോ ഒരു 5 സെനാരിയോ മാറി. ഒരു 2014 ഞാൻ ഫ്രൈറ്റ്ലൈനർ കാസ്കാഡിയ 22. അതിന്റെ ഫോട്ടോസ് ഉണ്ട്. അതെ. അപ്പം അതെടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്ത് വണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അധികം കാലം അവിടെ നിന്നില്ല. പിന്നെ ഞാൻ വെച്ചിട്ട് സോളോ. അതായത് മൊത്തത്തിൽ സെനാരിയോ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടി ഒഴിവാക്കും. ആ സമയത്ത് ഒത്തിരി പേര് വണ്ടി ഒഴിവാക്കിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പം എല്ലാവരും സെക്യൂർ ആകാനല്ലോ നോക്കുള്ളൂ കൂടുതലായിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ സോളോ ഓടാൻ തിരിച്ചു. അപ്പൊ അന്ന് ELS-ലുള്ള നമ്മുടെ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഓടുന്നായിരുന്നു ഈ വൈറ്റ്സിന്റെ കമ്പനിയിൽ, ഹാമിൽട്ടണുള്ള. അപ്പൊ അവനെ ഞങ്ങളൊരു 2 months കൂടും വിളിക്കുന്ന ആൾക്കാരാ. അവൻ അന്ന് വിളിച്ചപ്പോ കറക്റ്റ് നമ്മൾ ആ ഒരു ജോബിന് വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അവൻ പറയുന്നേടാ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു. അവന്റെ ഒരു ഓണർ ഓപ്പറേറ്റർ വണ്ടിയുടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറുന്നത്. അവിടെ കയറി പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഹാമിൽട്ടണിൽ അത് സിംഗിൾ ആയിരുന്നു. ഡെയിലി പോയിട്ട്
ഇന്ന് പോയാൽ നാളെ വരാം അങ്ങനെയുള്ളതായിരുന്നു. ഡെയിലി നയഗ്ര ഫോൾസ് ക്രോസിങ് ചെയ്തു വരുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സംഭവം കഴിഞ്ഞ് ജനുവരിയോട് കൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാരണം വീട്ടിലാരും ഇല്ല, അവർക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് വേണം. പപ്പ ഇപ്പോഴാണ് വന്നത്. അതെ ഇളയ ഒരുത്തനുണ്ടല്ലോ, മൂത്ത ഒരുത്തനുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിദ്ധ് നേരത്തെ മുതൽ കേൾക്കുന്ന 18 നമ്മുടെ കരിയർ തുടങ്ങുന്ന സമയത്ത് മുതൽ കേൾക്കുന്ന ഒരു കമ്പനിയാണ് സിദ്ധ്. തീർച്ചയായിട്ടും, കാരണം വളരെ നല്ലൊരു, ഞാനത് അങ്ങനെ വേറെ ഒന്നും കൊണ്ട് പറയല്ല, തീർച്ചയായിട്ടും നമ്മൾ അന്ന് മുതൽ കേൾക്കുന്ന ഒരു നല്ല കമ്പനിയാണ് സിദ്ധ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അത് കഴിഞ്ഞ് കയറാനുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് എനിക്ക് എന്തുകൊണ്ടോ സിദ്ധാ വന്നത്. ഈവൻ ദോ എന്റെ സുഹൃത്തുക്കൾ ടീമായിട്ട് പോകാന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ബ്രോയുടെ വ്ളോഗ് കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് നമുക്ക് അങ്ങനെ പരിചയമില്ല. പിന്നെ മാണിനെ നമുക്കറിയാം, മാണി പറഞ്ഞ് എനിക്കറിയാം, നമ്മുടെ കോമൺ സുഹൃത്തെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് സിദ്ധിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തപ്പോഴാണ് മാണി ഇന്ന പോലെ പരിചയക്കാരുണ്ടെന്ന് പറഞ്ഞു. അല്ലല്ല, മാണി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മാണി ഞങ്ങൾ ഒന്നിച്ച് ഓടുമ്പോൾ ഞാൻ ഈ റീൽസ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബൈ ദ വേ, മാണി എന്ന് പറയുന്നത് ഞങ്ങളുടെ പിറവംകാരനായിട്ടുള്ള ഒരു ട്രക്ക് ഓടിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് മാണിച്ചൻ. അപ്പൊ പുള്ളി പറഞ്ഞ പോലെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരാളാ. അപ്പൊ ഭയങ്കര എളിമയൊക്കെ ആണെങ്കിലും ഭയങ്കര എളിമച്ചിട്ട് കൂടുതലാ. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മാണിച്ചനെ അറിയാം, അവനും അറിയാം. അങ്ങനെ അതാണ് മാണി. അപ്പൊ അത് കഴിഞ്ഞ് അപ്പം ഞാനിപ്പം ഇവിടെ കയറുന്ന സമയത്ത് എനിക്ക് ആരുടെയും കൂടെ പഞ്ചാബികളായിരിക്കാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പാണ് ഞാൻ കമ്പനി ചോദിക്കുന്നു, അങ്ങനെ മാത്തുക്കുട്ടിയാണ് നമ്മുടെ കൂട്ടത്തിൽ പോരുന്നത്. നമുക്ക് സന്തോഷം. അതിന്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ട്രക്കേഴ്സ് ഗ്രൂപ്പിൽ ഒരു ഇതിട്ടായിരുന്നല്ലോ, ആ ആഡ് ഞാൻ കാണുകയും ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് അതിന്റെ പിറ്റേ ദിവസം എനിക്ക് റോഡ് ടെസ്റ്റ് വെച്ചേക്കുക. റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും എനിക്ക് അവിടെ റോഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ആ വഴി പോവാം എന്നുള്ള ഇതിൽ ഞാൻ വെച്ചു. കാരണം ഓൾറെഡി ഞാൻ അവിടെ പേപ്പറിൽ സബ്മിറ്റ് ചെയ്തു. ഈവൻ ഞാനൊരു 3 മാസം മുമ്പ് സബ്മിറ്റ് ചെയ്തായിരുന്നു. വിചാരിക്കുന്നില്ലല്ലോ ചിലപ്പം എനിക്ക് അറിയത്തില്ല, അങ്ങനെ പോവാന്ന് അറിയത്തില്ല. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ലോഡ് കയറി. അപ്പോൾ നമുക്ക് പേപ്പർ വർക്ക് എല്ലാം മേടിച്ച് സീലൊക്കെ ഇട്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ പേപ്പർ വർക്കും എല്ലാം നമുക്ക് കിട്ടിയേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ സീലും ഇട്ട് വണ്ടി എടുത്ത് പോയാൽ മതി. നോക്കിയിരുന്ന് ക്ഷീണിച്ചോ? ഞാൻ പറഞ്ഞേക്ക് ഇത് നമ്മളിന്ന് സ്റ്റാപ്പ് ഇടണോ? അത് നമ്മുടെ ഇന്ന് അല്ല, അവരെ ഇടയ്ക്ക് ബാക്കിലൊന്ന് നോക്കിയേക്കാം. ബാക്കിൽ സ്റ്റാപ്പ് ഉണ്ടോ? എന്നാ ഒരെണ്ണം ഇട്ടേക്കാം. ഒരെണ്ണം എടുക്കും. എന്തായാലും ലോഡെല്ലാം സേഫായി സെക്യൂറായി നമുക്ക് പോയ വണ്ടി എടുത്താലോ? പോയേക്കാം. എന്നാ നമുക്ക് ഇനി ട്രക്കിംഗ് ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞാലോ? തീർച്ചയായിട്ടും. ഒന്നുമില്ലാലും 3-4 കൊല്ലമായില്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് ആള് ഡ്രൈവറായി, അതിന്റെ ഇടയിൽ ഓണർ ഓപ്പറേറ്റർ ആയിരുന്നു, സ്വന്തം വണ്ടി ഉണ്ടായിരുന്നു. അപ്പം എന്തായാലുമൊക്കെ ട്രക്കിങ്ങില് നമുക്ക് എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ. അങ്ങനെയില്ല, നമ്മള് വെതർ അറിയാലോ, നമ്മള് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം വെതറാണ്. നമ്മളെപ്പോഴും പ്രത്യേകിച്ച് വിന്റർ സീസണില് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാ വർഷവും വിചാരിക്കും നമുക്ക് ഈ വർഷമെങ്കിലും നമുക്ക് ചെയിൻ ഇടാതെ രക്ഷപ്പെടണം. പക്ഷെ ആ വർഷം എന്തായാലും ചെയിൻ ഇട്ടിരിക്കും. പ്രത്യേകിച്ച് 80-ല് ട്രക്കില് നമ്മൾ ചെയിൻ ഇടാൻ വാഷിംഗ്ടൺ പോകുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഉണ്ട്. എന്നാലും ഒന്ന് ത്രില്ലടിപ്പിച്ച ഒരു മറക്കാനാവാത്ത ഒരു സീസൺ, നല്ല ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും?
അങ്ങനെ കൂടെ വന്നവരെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഈ കൂടുതലും മലയാളീസ് തന്നെയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു, ജോളി ടൈപ്പ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നമ്മളൊരു പക്ഷേ ചിലപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരും ചിലപ്പം ലാംഗ്വേജിന്റെ പ്രശ്നം കൊണ്ടോ അല്ലാതെയോ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നേക്കാം. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ ലക്കിയ റൈറ്റ് ആയിട്ടുള്ള ടീം പാർട്ണറാണ് തീർച്ചയായും. ഇപ്പൊ പോലും നമുക്ക് കിട്ടിയേക്കുന്ന അല്ല അതൊക്കെ യാദൃശ്യമായിട്ട് വരുന്ന നമുക്കറിയില്ലല്ലോ. എന്തായാലും നല്ല ആളുകളെ നമുക്ക് കിട്ടിയേക്കുന്നത്. എല്ലാവരുമായിട്ട് ഇപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പും ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. ചിലർ വണ്ടി എടുത്തിട്ടുണ്ട്, ചിലർ അല്ലാതെ ഡ്രൈവറായിട്ട് തന്നെ പോകുന്നു, അങ്ങനെ പോകുന്നു. മറക്കാനാവാത്ത എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഞാൻ JB ഗ്രാൻഡ് എന്ന് പറഞ്ഞ് അതൊരു പഞ്ചാബിയുടെ കൊടുത്തില്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് വെതറിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് സ്നോ ഉണ്ടാകും എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അറിയില്ല. ഈ ബ്ലാക്ക് ഐസ് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ കാലിഫോർണിയയിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വഴിയിലൊക്കെ ഒത്തിരി വണ്ടികൾ ഇങ്ങനെ മറിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അത് സ്നോയിൽ തെന്നി പോയതാ, സ്നോയുടെ അപ്പുറം ഒന്നും നമുക്കറിയില്ല. ഈവൻ ബ്ലാക്ക് ഐസ് നമുക്ക് ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. അറിയില്ല. നമ്മള് എങ്കിലും വണ്ടികളെല്ലാം ഒരേ സ്പീഡിൽ പോകുന്നുണ്ട്, നമ്മൾ സ്പീഡ് കുറച്ചാ പോകുന്നത്. ബ്ലാക്ക് ഐസ് നമ്മൾ സ്പീഡിൽ പോയി ആക്സിഡന്റ് ആയി, അതും വിഷയമാണല്ലോ. അപ്പോഴാണ് പുള്ളി പറയുന്നത് ബ്ലാക്ക് ഐസ് ആണ്, എത്രയും പെട്ടെന്ന് വണ്ടി സൈഡിൽ ഒതുക്കണം എന്ന് പറയുന്നത്. അപ്പം അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ബ്രേക്ക് ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഡ്രൈവബിൾ ഇല്ലാത്തൊരു കണ്ടീഷനാണ് ബ്ലാക്ക് ഐസ് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ പുള്ളിനോട് പറഞ്ഞു ഇങ്ങനെ -2നും +2നും ഇടയ്ക്കുള്ള മഴ പെയ്യുമ്പോൾ അത് മെൽറ്റ് ആയിട്ട് സ്നോ മെൽറ്റ് ആയിട്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ഐസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞത്. കാരണം പുള്ളി ഒരു 15 വർഷം 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പുള്ളിയായിരുന്നു. അപ്പൊ പുള്ളി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് പറഞ്ഞു തന്നെ അത് ഇപ്പോഴും നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. നമ്മുടെ തുടക്കകാലത്ത് അങ്ങനെ നമുക്ക് അതെ. പിന്നെ ദൈവസഹായിച്ച് അങ്ങനെ വലിയൊരു ഇൻസിഡന്റോ കാര്യങ്ങളൊന്നും ദൈവസഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അത് കർത്താവ് അനുഗ്രഹമായിട്ട് കാണുന്നു. അല്ലാതെ പറയാനാണ് എന്താ. ഒരിക്കലും എൻ്റെ സുഹൃത്ത് മിഷിഗണില് ഒരു മറ്റേ റോഡ് മാറിപ്പോയി, വഴി തെറ്റിയെന്ന് വെച്ചാൽ ഡിറ്റോർ ചെയ്ത് വിട്ടതാ. ഡിറ്റോർ ചെയ്ത് വിട്ട് പുള്ളി പോയത് ഒരു റെയിൽവേ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കിടക്കുന്നിടത്തായിരുന്നു. അവിടെ ഒരു കർവുണ്ടായിരുന്നു, അതിൽ കയറി ലാൻഡിംഗ് ഗിയർ അവിടെ തങ്ങിയിരുന്നു, സ്റ്റക്കായി. റെയിൽവേ ഫ്രണ്ട് അപ്പുറം പോയി, ട്രെയിലർ ഇപ്പുറം കിടക്കുന്നു, കുടുങ്ങിപ്പോയി. ഞാൻ ഉറങ്ങുമായിരുന്നു. ലാൻഡിംഗ് ഗിയർ മുഴുവൻ പൊക്കിയിട്ടില്ലായിരുന്നു. ലാൻഡിംഗ് ഗിയർ പൊക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ റോഡ് അങ്ങനെ അത് മറ്റേ റോഡല്ലായിരുന്നു, റോഡല്ലായിരുന്നു. പുള്ളിക്ക് അത് അറിയത്തില്ലായിരുന്നു. അപ്പൊ അന്ന് പുതിയ ആളായിരുന്നു. പുതിയ ആളെന്ന് പറഞ്ഞാൽ ഒരു അവൻ ഓടിച്ചിട്ട് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അവൻ എന്നാന്ന് വെച്ചാൽ വഴി നമുക്ക് അങ്ങനെ ഡിറ്റോർ ചെയ്തപ്പം പോയ ഒരു അബദ്ധമാണത്. അവന് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. പക്ഷെ അതില് ശരിക്കും പാനിക്കായി. അവൻ ആദ്യം നമുക്കറിയില്ല, കാരണം അവിടെ വേറെ ബാരിയർ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വന്ന് ഇവനെന്നെ വിളിച്ചു. അവൻ ആദ്യം 2 പ്രാവശ്യം ചെയ്തു. ഫ്രണ്ടിലേക്ക് ഒരു കാരണവശാലും പോകുന്നില്ല. പിന്നെ ഞാൻ റിവേഴ്സ് ചെയ്തു. അതെ, എന്തുകൊണ്ടോ റിവേഴ്സ് ചെയ്തോ പെട്ടെന്ന് വണ്ടിക്ക് പോകും. അപ്പൊ അത് ശരിക്കും നമ്മളൊരു ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പാനിക്കായ ഒരു അവസ്ഥയാണ്. റെയിൽവേ ക്രോസ് ബ്ലോക്ക് ചെയ്യുന്നേക്കാളും കൂടുതൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിച്ചാല് അത് ഭയങ്കര ടിക്കറ്റ് നമുക്ക് കിട്ടും. അതെ, നമ്മളത് കാണിച്ചത് മുഴുവൻ റോങ് അല്ലേ. എന്തായാലും അവിടുന്ന് അത് രക്ഷപ്പെട്ടു പോകുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അയ്യോ, തീർച്ചയായിട്ടും. അതും എനിക്ക് തോന്നുന്നു ഒരു 90-ലാട്ടോ സംഭവിക്കുന്നത്. ബ്രോയ്ക്ക് നമ്മുടെ ചാനലുള്ള കാര്യമൊക്കെ അറിയായിരുന്നോ? അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നോ? നമ്മളെ കുറിച്ച് അറിയായിരുന്നോ? എനിക്കറിയാമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നത്. മാണിച്ചൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ സുഹൃത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് റീൽസാ കണ്ടേക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വ്ളോഗേഴ്സിൽ ഒരാളാണല്ലോ ബ്രോ. അപ്പൊ തീർച്ചയായിട്ടും അറിയും. അല്ല, കാര്യമായിട്ട് അപ്പം നമ്മളെ തീർച്ചയായിട്ടും അറിയും. അപ്പം അങ്ങനെ അറിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞപ്പോ നമ്മൾ കൂടുതലായിട്ട് അതെ മാണിച്ചന്റെ നാട്ടുകാരനാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളതങ്ങനെ കാണുന്ന കാര്യങ്ങളും തുടങ്ങിയതൊക്കെ. അപ്പൊ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരു ട്രിപ്പ് ഉണ്ടാകുമെന്നോ നമ്മളിങ്ങനെ ടീം ആകുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല.
പിന്നെ നമ്മുടെ ഒരു ചങ്കുണ്ട് ഇവിടെ നായഗ്ര ഫോൾസിലാണ് ടിറ്റോപ്പന്. ടിറ്റോപ്പൻ എന്ന് പറഞ്ഞാൽ ടിറ്റോപ്പൻ ഭയങ്കര പാഷനായിട്ടാണ് ട്രക്കില്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര പാഷനായിട്ടാണ്. ബേസിക്കലി പുള്ളി നേഴ്സാണ്, ബാക്ക് ഹോം. പുള്ളി ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, കോഴിക്കോട് തന്നെ, പുല്ലുരാമ്പര എന്ന് പറയും. പക്ഷെ പുള്ളിയുടെ ബേസ് ഒക്കെ പ്രോയുടെ നാടാണ്. അപ്പം പുള്ളിക്ക് ഒരു 2020 നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ട്രക്കിംഗ് എന്ന് പറയാൻ പുള്ളി ഭയങ്കര എക്സൈറ്റ്മെന്റോടെ അത് കേൾക്കുന്നത്. പുള്ളി നാട്ടില, പുള്ളി വന്നിട്ട് ഇപ്പൊ 2 വർഷം ആയെന്ന്. അപ്പം പുള്ളിയുടെ ഒരു അവിടുന്ന് ഉള്ള ഒരു വളരെ ഒരു എന്താ പറയാ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പുള്ളി വിചാരിക്കുന്ന ട്രക്കിങ് അതെ ഭയങ്കര വണ്ടി. അയ്യോ പുള്ളിക്ക് അതാ വണ്ടിയാണല്ല, നാട്ടിലാണേലും പുള്ളി ബസ് ഓടിക്കാനും അങ്ങനെ കിട്ടുന്ന ചാൻസുകൾ. കാരണം ചിലരുണ്ടല്ലോ ചില പ്രൊഫഷണൽ ഭയങ്കര പാഷനായിട്ട്. ഇപ്പോഴാണെങ്കിലും പുള്ളി ഇപ്പൊ ട്രക്ക് പഠിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇത് തന്നെയാണ് ഏറ്റവും തീർച്ചയായിട്ടും ഓർക്കുന്നത്. അപ്പം പുള്ളി ഇപ്പൊ പഠിക്കുകയാണ്, നമ്മുടെ ഇവിടെ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിക്കുന്നത്. അപ്പൊ പുള്ളി എന്നും അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് പുള്ളിക്ക് റോഡ് കയറണം എന്നുള്ളൊരു ചാനലിനെ കുറിച്ച് ഞാൻ അറിയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്രയും ഇത് കാണുന്നത് കാരണം നാട്ടിൽ അത്രയും പേര് ആളുകൾ കാണുന്നുണ്ട്. അപ്പം ടിറ്റോപ്പനോട് പറഞ്ഞു, ഞാൻ പുള്ളിയുടെ വീഡിയോസിലുള്ള എന്ത് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കാര്യങ്ങൾ. കാരണം പുള്ളി അത്രയും പാഷനേറ്റ് ആയിട്ട് ബ്രോ നീ നമ്മുടെ കൂടെ ഓടിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ അതെ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അപ്പം പുള്ളി പറഞ്ഞിങ്ങനെ എനിക്കറിയാം, കാര്യങ്ങളെല്ലാം അറിയാം, പുള്ളിയുടെ വീഡിയോസ് കാണാറുണ്ട്, പുള്ളി എന്റെ നാട്ടിലോ കാരനാണ് ശരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞത്. അപ്പം നമുക്ക് പരിചയപ്പെടാം, ഒരു ദിവസം നമുക്ക് പരിചയപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ വന്നിരുമ്പോഴും പറയുമ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മുടെ ചാനൽ ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ട്. താങ്ക് യു കേട്ടോ. നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിലും നമ്മുടെ വീഡിയോസ് കാണുന്നതിലും എല്ലാം ഒത്തിരി താങ്ക്സ്. ഈ ടിറ്റോപ്പൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കാണുന്നവര് അറിയാലോ. അതുപോലെ പോൾവായൊക്കെ നിങ്ങളുടെ ഒരു പോൾവായി ഇവിടെ നമ്മളെക്കാളൊക്കെ മുമ്പ് ട്രക്കിൽ വന്നൊരു പുള്ളിയാണ്. പോൾവായി സ്ഥിരം വീഡിയോ കാണുന്ന എന്റെ നാട്ടിൽ തന്നെയുള്ള ബേരി തന്നെയുള്ള വീടിന്റെ അടുത്ത് തന്നെ. അതെ പുള്ളി വാച്ച് ചെയ്യുന്ന സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന നമ്മുടെ ചാനല്. അതെ. അപ്പം നമ്മുടെ ചാനലില് വീണ്ടും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ, ഒത്തിരി താങ്ക്സ്. അതാണ് വേണ്ടത്. കാരണം അറിയാമല്ലോ നമ്മുടെ ചാനൽ കാനഡയിൽ നിന്നായതുകൊണ്ട് അതിൻ്റെ റീച്ച് പയ്യെ വരുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും ഒത്തിരി താങ്ക്സ് നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ജോമറ്റ് ബായിനെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അപ്പം ജോമറ്റ് ബായി ആയിട്ടുള്ള ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് കേട്ടോ. കുറേയൊക്കെ ഇതുപോലെ കാഷ്വലായിട്ട് വർത്താനം പറഞ്ഞ് ഞാനും കിട്ടും. നന്നായിട്ട് വർത്താനം പറയുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കിടിലൻ സ്റ്റോറികളൊക്കെ പുള്ളിയുടെ അടുത്ത് നിന്ന് നമുക്ക് കേട്ട് നമ്മുടെ ചാനലിൽ ഇനിയും അടിപൊളി വീഡിയോസ് നമ്മുടെ ട്രിപ്പുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.